ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. അതിൻ്റെ ആദ്യത്തെ ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കാരണം ഇതിൽ മെയിനായിട്ട് വരുന്ന 3 ഹൈക്യു കവിതകളാണ്. അതിൽ ആദ്യത്തെ ഹൈക്യു കവിത നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന രണ്ടാമത്തെ ഹൈക്യു കവിതയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു 3 വരിയിലുള്ള കവിതയാണത്. നമ്മളിതിൻ്റെ ഇൻട്രൊഡക്ഷനൊക്കെ ഹൈക്യു എന്താണെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി രണ്ടാമത്തെ ഹൈക്യു എഴുതിയിട്ടുള്ള ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മയാണ്. ഓക്കെ, അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കിയിട്ട് ഹൈക്യു കവിതയിലേക്ക് പോകാം. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ കാ ജന്മ ഉത്തർപ്രദേശ് കെ അലിഗഡ് മേ ഹുവ. അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലെ അലിഗഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. വേ ശ്രീ വാർഷ്ണേയ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോളേജ് അലിഗഡ് കെ ഹിന്ദി വിഭാഗ് മേ റീഡർ ദേ. അപ്പോൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സർഹദോനെ ജബ് പുക്കാര മോത്തി കച്ചെ ദാഗെ മേ കാഫിലെ റോഷ്നി കെ മെഹക്കെ ഹർസിംഗാർ ആദി ഉൻകി പ്രമുഖ കൃതിയാം ഹെ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളുടെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈക്യു കവിതയിലേക്ക് പോകാം. അദ്ദേഹം എഴുതിയ ഹൈക്യു കവിത നമുക്ക് നോക്കാം. ആദ്യത്തെ ഹൈക്യു കവിത എഴുതിയത് സുരംഗമ യാദവാണ്. നമ്മൾ നോക്കി. രണ്ടാമത്തേത് അതിൻ്റെ മീനിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയതാണ്. ഇനി രണ്ടാമത്തേതിലേക്ക് പോവുകയാണെങ്കിൽ ഗോപാൽ ബാബു ശർമ്മ എഴുതിയ രണ്ടാമത്തെ ഹൈക്യു ആണ് ഇത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ കേട്ടോ. PDF ഹൈ ക്വാളിറ്റി ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. പിതാനെ ഡൂണ്ടി ലാഠിയ ബുഡാപ്പേക്ക് ദിക്തി നഹി. ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ എഴുതിയതാണിത്. പിതാനെ ഡൂണ്ടി ലാഠിയ ബുഡാപ്പേക്ക് ദിക്തി നഹി. ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ വരിയിൽ 5 ലെറ്റേഴ്സ് ഉണ്ട്. രണ്ടാമത്തേതിൽ 7, മൂന്നാമത്തേതിലും 5. അങ്ങനെ ഒരു 17 ലെറ്റേഴ്സിലുള്ള വളരെ ഷോർട്ടായിട്ടുള്ളൊരു കവിതയാണിത്. പിതാനെ ഡൂണ്ടി ലാഠിയാം ബുഡാപ്പേക്ക് ദിക്തി നഹി. ഓക്കെ, നമുക്ക് മീനിങ്ങിലേക്ക് പോകാം. പിത എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ, ഡൂണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷിക്കുന്നു, ലാഠിയ വടി, ബുഡാപ്പെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാർദ്ധക്യം, ദിക്തി നഹി കാണുന്നില്ല. ഓക്കെ, അതിൻ്റെ മീനിങ് പറയുകയാണെങ്കിൽ പിതാവ് എന്താണ് ചെയ്തത്? വാർദ്ധക്യത്തിൽ വടി അന്വേഷിച്ചു, പക്ഷേ കാണാൻ കഴിഞ്ഞില്ല. അത്രേ ഉള്ളൂ അതിൻ്റെ ജസ്റ്റ് മീനിങ് നമ്മൾ പറയുകയാണ്. ഇനി അതിൻ്റെ ഇന്നർ മീനിങ് ഉണ്ട്. ഇനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാർദ്ധക്യത്തിൽ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു 3 വരികളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ മീനിങ്ങിലേക്ക് പോകാം. സിന്ദഗി കെ സഫർ മേ ഏക് അഹം ചരൺ ഹെ ബുഡാപ്പ. നമ്മൾ ജീവിതത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ് ബുഡാപ്പ അല്ലെങ്കിൽ വാർദ്ധക്യം. അപ്പോൾ അന്നേരം ആ ഒരു ടൈമിൽ എന്താണ്, നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടതായിട്ട് തീർച്ചയായിട്ടും വരും. ഓക്കെ, ये हाइक्यू बुढ़ापे की लाचारियों और अकेलेपन को मार्मिक ढंग से व्यक्त करता है. അപ്പോൾ എന്താണ് ബുഡാപ്പ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെ ആ ഒരു ദയനീയതയും അതുപോലെ തന്നെ ആ ഒറ്റപ്പെടലും അതൊക്കെയാണ് നമുക്ക് ഈ ഒരു 3 വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിതാനെ ഡൂണ്ടി ലാഠിയാം ബുഡാപ്പയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹായത്തിനായിട്ട് അല്ലെങ്കിൽ ഒരു ആശ്രയത്തിനായിട്ട് ഒരാളെ അന്വേഷിച്ചപ്പോൾ എന്താണ് കിട്ടിയില്ല. വടി കിട്ടിയില്ലെന്ന് മാത്രമല്ല, ആശ്രയത്തിനായിട്ട് അല്ലെങ്കിൽ സഹായത്തിനായിട്ട് ഒരാളെ അന്വേഷിച്ചപ്പോഴും അങ്ങനെ ഒരാളെ കിട്ടിയില്ല എന്നുകൂടി നമ്മളിവിടെ മനസ്സിലാക്കണം. ഇതിൻ്റെ മീനിങ്ങിലേക്ക് പോകാം. യഹാം പിത ജോ കഭി മസ്ബൂത്ത് ഓർ സമർത്ഥ രഹേ ഹോങ്കി അബ് ബുഡാപ്പേ കാ സഹാര ഡൂണ്ട് രഹേ ഹെ. അതായത് മസ്ബൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോങ്, നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താണ് ഒരു യങ് ടൈമിലൊക്കെ നമ്മൾ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ടതായിട്ട് വരില്ല. എന്നാൽ നമ്മൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ എന്താണ്, നമുക്ക് മറ്റൊരാളെ ആശ്രയിക്കണം. അതാണ് ഇവിടെ ലാഠ്യാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുഡാപ്പേമേം ശാരീരിക ഓർ മാനസിക കംസോരിക്ക് കാരൻ സഹാരയ്ക്ക് ജറൂരത്ത് ഹോത്തി ഹെ. നമ്മൾ ശാരീരികമായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടും നമ്മൾ വളരെ വീക്കാവുന്ന ഒരു ടൈമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിൽ സഹാര എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു ആശ്രയത്തിൻ്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. ലേക്കിൻ വേ ലാഠ്യ മുനെ ദിഖായി നഹി ദേ രഹി ഹെ. അപ്പോൾ എന്താണ്, ആ പിതാവ് ഒരാളെ ഹെൽപ്പിന് വേണ്ടി നോക്കിയപ്പോൾ എന്താണ്, ആരും തന്നെ ഉണ്ടായില്ല. അങ്ങനെ ഒരു കൈത്താങ്ങായിട്ട് അവിടെ ആരെയും കണ്ടില്ല. ലാഠിയ മുനെ ദിഖായി നഹി ദേ രഹി ഹെ ഏ ഉപേക്ഷയ അക്കേലെ പൻകി ഭാവനാക്കോ ദർശാത്ത ഹെ. അതായത് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തിയ ആളുകളെ അവിടെ എന്താണ് ഒരു വിമുഖത കാണിക്കുന്ന സമൂഹത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് വാർദ്ധക്യത്തിലെത്തിയവർ നേരിടുന്ന അക്കേലേപ്പൻ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ കൂടി നമുക്ക് ഈ കവിതയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബുഡാപ്പേമേ ശാരീരിക ഓർ മാനസിക സഹാരയ്ക്ക് ആവശ്യകത ഹോത്തി ഹെ. എന്താണ് പ്രായമാവുമ്പോൾ എന്താണ് ശാരീരിക അല്ലെങ്കിൽ ഫിസിക്കലായിട്ടും അതുപോലെ തന്നെ മെൻ്റലായിട്ടും നമുക്കൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് ഈ 3 വരികളിൽ കൊടുത്തിട്ടുള്ളത്. പിതാനെ ഡൂണ്ടി ലാഠിയാം ബുഡാപ്പേക്ക് ദിക്തി നഹി.
പിതാവ് എന്താണ് വയസ്സായപ്പോൾ ആശ്രയത്തിനായിട്ട് അല്ലെങ്കിൽ ഒരു കൈത്താങ്ങായിട്ട് ഒരാളെ ആരെങ്കിലും അന്വേഷിച്ചു, പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല അല്ലെങ്കിൽ കണ്ടുകിട്ടിയില്ല എന്ന് കവി പറയുന്നു. ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള 3 വരികളാണ്. പിതാനെ ഡൂണ്ടി ലാട്ടിയ ബുഡാപ്പേക്ക് ദിക്തി നഹി. ഇന്നത്തെ സമൂഹത്തിൽ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു 3 വരി കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് എന്താണ്, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ 3 ഹൈക്യൂ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ എന്താണ്, ഓരോ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ഫസ്റ്റ് ഹൈക്യൂവിൽ നമ്മൾ എന്താണ് കണ്ടത്, ആ ഒരു ഡിഫറൻസാണ് സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്തവരും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നമ്മൾ എന്താണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണത്. അത് നമ്മൾ കണ്ടു. രണ്ടാമത്തേതിൽ എന്താണ്, വാർദ്ധക്യത്തിലെ പ്രശ്നങ്ങളാണ് ഈ രണ്ടാമത്തെ ഹൈക്യൂവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി ഒരെണ്ണം കൂടിയുണ്ട്. മെയിനായിട്ട് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ കുട്ടികൾക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു ഹൈക്യൂ കവിതകൾ നമ്മുടെ സിലബസിൻ്റെ ഭാഗമാക്കിയിട്ടുള്ളത്. ജസ്റ്റ് ഹിന്ദി പഠിക്കുന്നതിനോടൊപ്പം ഒരു അവയർനെസ് ഉണ്ടാവുക സൊസൈറ്റീനെ കുറിച്ചും അതും ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ലാസ്റ്റത്തെ ഹൈക്യൂ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.